നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്മറിയെ പറ്റിയിട്ടാണ്. മെമ്മറിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. അപ്പോൾ പ്രൈമറി മെമ്മറിയെ മെയിൻ മെമ്മറി എന്നും അറിയപ്പെടുന്നു. അപ്പം ഈ പ്രൈമറി മെമ്മറി തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റാം എന്നും റോം എന്നും. അപ്പോൾ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറിയാണ്. അപ്പോൾ പ്രൈമറി മെമ്മറിയെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നു. ഇനി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഒൺലി മെമ്മറിയും. ഇനി റാൻഡം ആക്സസ് മെമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വോളറ്റൈൽ മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് വോളറ്റൈൽ മെമ്മറി എന്ന് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ റാം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയയാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഡേറ്റാസിനെയൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് റാം മെമ്മറി എന്ന് പറയുന്നത്. ആ സമയത്ത് കറണ്ട് പോവുകയോ എന്തെങ്കിലും സിസ്റ്റം ഫെയിലിയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ റാമിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് നഷ്ടമാകും. അതുകൊണ്ടാണ് റാമിനെ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കുന്നത്. റാം എവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മദർ ബോർഡിലാണ് റാം കാണപ്പെടുന്നത്. ഈ റാമിനെ തന്നെ മെയിനായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, എസ് റാം എന്നും ഡി റാം എന്നും. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാമും ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാമുമാണ്. എസ് റാം എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് ഡൈനാമിക് റാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ എസ് റാം യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ക്യാഷ് മെമ്മറിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് മെമ്മറി എന്താണെന്നുള്ളത് നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്കാണ്, അത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റും അതുപോലെ തന്നെ ഹൈ സ്പീഡുമുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എസ് റാം യൂസ് ചെയ്തിരിക്കുന്നത് ക്യാഷ് മെമ്മറിയിലാണ്. അതുപോലെ തന്നെ ഡി റാം ആണെങ്കിൽ മെയിൻ മെമ്മറിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പീരിയോഡിക് റിഫ്രഷ്മെൻറ്റ് ആവശ്യമുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത് ഡി റാം ആണ്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പീരിയോഡിക് റിഫ്രഷ്മെൻറ്റ് ആവശ്യമുള്ള മെമ്മറി ഏതാണ്? ഡി റാം ആണ് പീരിയോഡിക് റിഫ്രഷ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള മെമ്മറി. അപ്പോൾ റാമിനെ അറിയപ്പെടുന്ന പേര് വോളറ്റൈൽ മെമ്മറി എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പവർ പോയി കഴിഞ്ഞാൽ ആ റാമിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് നഷ്ടമാകും. ഇനി ഈ റാം തന്നെ പല ടൈപ്സ് ഉണ്ട്. വി റാം ഉണ്ട്, എസ് ജി റാം ഉണ്ട്, എം ഡി റാം ഉണ്ട്, ആർ ഡി റാം ഉണ്ട്, എസ് ഡി റാം ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, റാമും റോമും. രണ്ടാമത്തെ ടൈപ്പാണ് റോം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറിയാണ് റോം. റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്തെന്ന് വെച്ചാൽ പവർ പോയി കഴിഞ്ഞാലും ഈ റോമിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാകില്ല. അപ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് റോമിനകത്ത്. ഇതിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് നഷ്ടമാകില്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഈ റോം എന്ന് പറയുന്നത് വീണ്ടും നാലായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തത് പി റോം ആണ്. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. പി റോം എന്താണെന്ന് നമുക്കറിയാം, റീഡ് ഒൺലി മെമ്മറിയാണ്. പി റോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഡേറ്റാസ് നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, റോമിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിമൂവ് ചെയ്യാനോ ആൾട്ടർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള മെമ്മറിയാണ് പി റോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പി റോമിലേക്ക് ഒരിക്കൽ മാത്രമേ നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും ലോഡ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇ പി റോം ആണ്. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അപ്പം ഈ ഇ പി റോമിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് ഇറേസ് ചെയ്യാം. എന്ത് വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ യു വി ലൈറ്റ് വെച്ചിട്ട് ഡേറ്റാസിനെ ഇറേസ് ചെയ്യാം. അപ്പോൾ ഓർക്കണം, ഇ പി റോമിൽ ഡേറ്റ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് യു വി ലൈറ്റ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇ പി റോം ആണ്. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ ഇതിനകത്തുള്ള ഡേറ്റാസിനെ ഇറേസ് ചെയ്യാം ഇലക്ട്രിക്കൽ ചാർജസ് യൂസ് ചെയ്തിട്ട്. അതാണ് ഇലക്ട്രിക്കലി ഇറേസബിൾ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഇ പി റോം ആണ്. ഫ്ലാഷ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇറേസ് ചെയ്യാം. ഒരു ചിപ്പിനകത്തുള്ള ഡേറ്റാസിനെ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്കായിട്ടോ നമുക്ക് ഇറേസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബിറ്റ് മാത്രമോ അല്ലെങ്കിൽ ബൈറ്റ് മാത്രമോ ഇറേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഫുള്ളായിട്ട് ആ ചിപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഇറേസ് ചെയ്യാം. അതാണ് ഫ്ലാഷ് ഇ പി റോം എന്ന് പറയുന്നത്.
ഇത്രയുമാണ് പ്രൈമറി മെമ്മറിയിൽ വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഡേറ്റാസ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. ഇതിനെ എക്സ്റ്റേണൽ മെമ്മറി എന്നും അറിയപ്പെടും. അപ്പോൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. ഇതിന് എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ് ഒക്കെയാണ് സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ. ഇത് തന്നെ മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ട്. അതായത് ഡേറ്റാസ് നമ്മൾ ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ഇതിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. SASDയും DASDയും. SASD എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസും DASD എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസും. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡേറ്റാസ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു സീക്വൻസ് ഓർഡറിലായിരിക്കും. അതാണ് സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡേറ്റാസ് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം. ഇനി ഈ സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു തിന്നായിട്ടുള്ളൊരു ടേപ്പാണ്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡേറ്റാസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിന്നായിട്ടുള്ള ഒരു ടേപ്പിനെയാണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡേറ്റാസ് നമ്മൾ ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ഓർഡറിലാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഡേറ്റാസിനെ റീഡ് ചെയ്യാം. അപ്പോൾ ഈ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, CD, DVD, ഫ്ലോപ്പി ഡിസ്ക് ഒക്കെയാണ് ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് എന്താണെന്ന് നോക്കാം. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ CPUവിന് അകത്ത് ഉള്ള ഒരു ഡേറ്റ സ്റ്റോറേജ്, പെർമനന്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിനെ ട്രാക്ക് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു റിംഗ് പൊസിഷൻ അറേഞ്ച്മെൻറ്റിൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു റിംഗ് പാറ്റേണിനെയാണ് എന്ത് പറയുന്നത്, ട്രാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അഡ്രസ്സിബിൾ ലൊക്കേഷനായിട്ട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിനാണ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിനെ ഇതുപോലെയുള്ള ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഡേറ്റാസ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 512 ബൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് മെഗാബൈറ്റ്സിലോ ജിഗാബൈറ്റ്സിലോ ടെറാബൈറ്റ്സിലോ ആയിരിക്കും. അതുപോലെ തന്നെ സ്പീഡ്, ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ RPMലാണ്. RPM എന്ന് പറഞ്ഞാൽ റവല്യൂഷൻസ് പെർ മിനിറ്റ്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് എന്ന് മെഷർ ചെയ്യുന്നത് RPMലാണ്. RPM റവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ഇനി അടുത്ത അതുപോലെ തന്നെ ഈ ഹാർഡ് ഡിസ്കിൽ നമ്മൾ ട്രാക്ക് ആൻഡ് സെക്ടേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഫോർമാറ്റ് ചെയ്യുക, ഫോർമാറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ ട്രാക്കും സെക്ടേഴ്സും ഹാർഡ് ഡിസ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർമാറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമുക്ക് ഫ്ലോപ്പി ഡിസ്ക് എന്താണെന്ന് നോക്കാം. ഫ്ലോപ്പി ഡിസ്ക് ഡിസ്കവർ ചെയ്ത ആരാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അലൻ ഷുഗാർട്ടാണ് ഫ്ലോപ്പി ഡിസ്ക് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഈ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.44 MB ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്. ഒപ്റ്റിക്കൽ ഡിസ്കിൽ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ പാറ്റേൺ ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് പിറ്റ്സ് ആയിട്ടായിരിക്കും ഒപ്റ്റിക്കൽ ഡിസ്കിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിൾ ആണ് നമ്മുടെ CD, DVD, അതുപോലെ തന്നെ ബ്ലൂറേ ഡിസ്ക് എന്നൊക്കെ പറയുന്നത് ഒപ്റ്റിക്കൽ ഡിസ്കിന് എക്സാമ്പിളാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. CD എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പാക്റ്റ് ഡിസ്ക്. CDയുടെയൊക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. കോമ്പാക്റ്റ് ഡിസ്ക് ആണ് CD. CDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 മുതൽ 750 MB വരെയാണ് CDയുടെ നോർമൽ സ്റ്റോറേജ് കപ്പാസിറ്റി. ഒരു CDയുടെ ഡയമീറ്റർ, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ CDയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ടേംസ് ഉണ്ട്. റെഡ് ബുക്ക്, യെല്ലോ ബുക്ക്, ഓറഞ്ച് ബുക്ക്. ഈ ടേംസ് ഒക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ CD-ROM സ്റ്റാൻഡേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് ആണ് റെഡ് ബുക്ക്, യെല്ലോ ബുക്ക്, ഓറഞ്ച് ബുക്ക്. ഇനി പല ടൈപ്സിലുള്ള CD ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. CD-ROM എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. അടുത്ത CDR എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ഡിസ്ക് റെക്കോർഡബിൾ.
CDRW എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ഡിസ്ക് റീറൈറ്റബിൾ. അതുപോലെ തന്നെ CDയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ ലേസർ ടെക്നോളജിയാണ് CDയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലേസറിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ ലേസറിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസറിൻ്റെ ഫുൾ ഫോം. CDയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് ചോദിച്ചാൽ ലേസർ ടെക്നോളജിയാണ് CDയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് DVD ആണ്. DVDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ്. ഒരു DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.7 GB ആണ് DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. CDയുടെ നമ്മൾ പറഞ്ഞായിരുന്നു 650 മുതൽ 750 MB വരെയാണ് CDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. DVD ആണെങ്കിൽ 4.7 GB ആണ്. ഇനി അടുത്തത് ബ്ലൂറേ ഡിസ്ക് ആണ്. ഈ ഒപ്റ്റിക്കൽ ഡിസ്കുകളിൽ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് ബ്ലൂറേ ഡിസ്കിനാണ്. ബ്ലൂറേ ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 GB ആണ് ഒരു ബ്ലൂറേ ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫ്ലാഷ് മെമ്മറിയെ പറ്റിയാണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നതും ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് ഇതൊരു ചിപ്പായിരിക്കും. EEPROM നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പം EEPROM വെച്ച് ആ ഒരു ടെക്നോളജി വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ചിപ്പാണ് ഏതെന്ന് പറയുന്നത്? ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതും നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സ്റ്റോറേജ് മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. ഇതെവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺസിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറയിലൊക്കെയാണ് ഈ ഫ്ലാഷ് മെമ്മറി ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് USB ഫ്ലാഷ് ഡ്രൈവ്, മെമ്മറി കാർഡൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അതുപോലെ തന്നെ ബയോസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ബയോസ് ഉണ്ടല്ലോ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബൂട്ടിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, ആ ബയോസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫ്ലാഷ് മെമ്മറി ചിപ്പിനകത്താണ് ബയോസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെമ്മറിയെ പറ്റി മെയിനായിട്ടും പറയാനുള്ളത്. ഇനി അതർ ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി യൂണിറ്റ്സിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്